മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. ഒരു സ്വതന്ത്രമായ ഒരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. മിസ്റ്റർ സുരേന്ദ്രൻ ആൻഡ് മിസ്റ്റർ വെള്ളാപ്പള്ളി മലപ്പുറത്തെ മാരകമായി ചിത്രീകരിക്കാൻ വേണ്ടി ഓരോ ചാനലിന്റെ മൈക്കിന് മുന്നിലും നിങ്ങൾ വിദ്വേഷം പകർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജനങ്ങളെ, നിങ്ങൾ സത്യം മനസ്സിലാക്കുക, മലപ്പുറത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അങ്ങനെ മലപ്പുറത്തിന്റെ ചില വസ്തുതകളും കണക്കുകളുമാണ്. വിദ്യാഭ്യാസം, എഴുത്തും അറിവും. മലപ്പുറത്തിന്റെ യഥാർത്ഥ മുഖം മനസ്സിലാക്കണമെങ്കിൽ മലപ്പുറത്തിന്റെ വിദ്യാഭ്യാസം, അതായത് ലിറ്ററസി റേറ്റ് 96.3% ആണ്, അതായത് 96.3%. കേരളത്തിലെ ഏറ്റവും ലിറ്ററസിയിൽ മുൻനിരയിലുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. അടുത്തത് ആരോഗ്യ മേഖല നോക്കാം. ആരോഗ്യ സൂചികയിലും ഒന്നാമതാണ് മലപ്പുറം. നോർത്ത് കേരള ജില്ലകളിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ആശുപത്രികളുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. അതേപോലെ ഇൻഫാന്റ് മോർട്ടിലിറ്റി റേറ്റ്, അതായത് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. ഇനി അടുത്തത് ലോ ആൻഡ് ഓർഡർ കണക്കുകൾ പരിശോധിക്കാം. സമാധാനത്തിന്റെയും സഹവാസത്തിന്റെയും മാതൃകയാണ് മലപ്പുറം. NCRB ഡാറ്റ ക്രൈം റിപ്പോർട്ടുകൾ പ്രകാരം കമ്മ്യൂണൽ വയലൻസ് ഏറ്റവും കുറവുള്ള ജില്ലകളിൽ ഒന്നാണ് മലപ്പുറം. കഴിഞ്ഞ 10 വർഷത്തിൽ ഒരു പ്രധാന കലാപവും അവിടെ നടത്തിയിട്ടില്ല. അടുത്തത് ശുദ്ധജലം. പച്ചവെള്ളം കിട്ടിയിട്ടില്ല എന്നത് വെറും തെറ്റായ പ്രചാരണം മാത്രമാണ്. 92% വീടുകളിലും ശുദ്ധജലം ലഭ്യമാണ്. ഇനി അടുത്തത് ആധുനികതയും സാമ്പത്തിക മുന്നേറ്റവും പ്രവാസിയുടെ കരുത്ത്. കേരളത്തിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ പ്രവാസി റെമിറ്റൻസ് ഉള്ള ഒരു ജില്ലയാണ് മലപ്പുറം. അതേപോലെ തൊഴിൽ മേഖലയിലും അവർ മുൻപതിലാണ്. മലപ്പുറത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നവർക്കറിയാം, ഇവിടെ നിന്നുയരുന്നത് സത്യമെന്ന ശബ്ദമാണ്. ഹൃദയങ്ങളിൽ കത്തുന്നത് സൗഹാർദ്ദത്തിന്റെ തീപ്പന്തമാണ്. നിന്റെയൊക്കെ വർഗീയ കണാപ്പുഴ ഇവിടെ ഒഴുക്കില്ല. ഇറ്റ്സ് മീ മുഹമ്മദ് ഫലാഹ്, സൈനിങ് ഓഫ്. ബൈ ബൈ.